പിതാവിനും പുത്രനും പരിശുദ്ധ സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ഇന്ന് ജൂലൈ 20 തിങ്കൾ. 2 ശമൂവേൽ 12 അധ്യായം 13 വാക്യം. അപ്പോൾ ദാവീദ് നാഥാനോട് പറഞ്ഞു, ഞാൻ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു. നാഥാൻ ദാവീദിനോട് പറഞ്ഞു, യഹോവ നിന്റെ പാപം നീക്കിയിരിക്കുന്നു, നീ മരിക്കുകയില്ല. ഓരോ പ്രഭാതവും ദൈവം നമുക്ക് നൽകുന്നത് ഒരു പുതിയ ദിനം മാത്രമല്ല, ഒരു പുതിയ അവസരവുമാണ്. ഇന്നലെ നാം എവിടെ വീണുപോയി എന്നതല്ല ഇന്നത്തെ ഏറ്റവും വലിയ ചോദ്യം, ഇന്ന് നാം ദൈവത്തിലേക്ക് തിരിഞ്ഞു വരുന്നുണ്ടോ എന്നതാണ്. നാം വായിച്ചതായ വചനം വിശുദ്ധ ഗ്രന്ഥത്തിലെ ഏറ്റവും ഹൃദയസ്പർശിയായ ഏറ്റുപറച്ചിലുകളൊന്നാണ്. രാജാവായ ദാവീദ് അധികാരത്തിന്റെ കൊടുമുടിയിൽ നിന്നിരുന്നുവെങ്കിലും പാപത്തിന്റെ ആഴത്തിലേക്ക് വീണുപോയി. എന്നാൽ അവനെ വീണ്ടും ഉയർത്തിയത് സൈന്യമല്ല, ഒരു വാചകമായിരുന്നു, ഞാൻ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു എന്നത്. ആ ഒരു വാചകത്തിൽ അവൻ്റെ മനസ്സ് ഉരുകി. ആ വാചകത്തിൽ ആ മനുഷ്യൻ വീണ്ടും ദൈവത്തെ കണ്ടെത്തി. ഈ വചനം നമ്മെ മഹത്തായ 2 ആത്മീയ സത്യങ്ങൾ പഠിപ്പിക്കുന്നു. ഒന്ന്, പാപത്തെ മറയ്ക്കുന്നവൻ ഇരുട്ടിൽ ജീവിക്കുന്നു. പാപം ഏറ്റുപറയുന്നവൻ കൃപയുടെ വെളിച്ചത്തിലേക്ക് കടക്കുന്നു. ദാവീദ് തന്റെ പാപം മറയ്ക്കുവാൻ ശ്രമിച്ചു. പക്ഷേ മനുഷ്യനിൽ നിന്ന് മറയ്ക്കുവാൻ കഴിയുന്നതെല്ലാം ദൈവത്തിൽ നിന്ന് മറയ്ക്കുവാൻ കഴിയില്ലല്ലോ. ഒടുവിൽ നാഥാൻ പ്രവാചകൻ അവന്റെ മുൻപിൽ സത്യം തുറന്നു വെച്ചു. അപ്പോൾ ദാവീദ് മറ്റാരെയും കുറ്റപ്പെടുത്തിയില്ല, സാഹചര്യങ്ങളെ ആരോപിച്ചില്ല, തന്റെ തെറ്റിനെ കുറിച്ച് അവൻ ന്യായീകരണം കണ്ടെത്തിയില്ല. അവൻ പറയുന്നു, ഞാൻ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു. ഇതാണ് യഥാർത്ഥ മാനസാന്തരം. ദൈവം സത്യസന്ധമായ ഹൃദയങ്ങളാണ് അന്വേഷിക്കുന്നത്. പാപം മറച്ചു വെച്ചാൽ ആത്മാവ് ക്ഷയിക്കും, ഏറ്റുപറഞ്ഞാൽ കൃപ ഒഴുകി വരും. നമ്മുടെ ജീവിതത്തിലും ചിലപ്പോൾ അസൂയ, അഹങ്കാരം, കോപം, സ്വാർത്ഥത, ക്ഷമിക്കാത്ത മനസ്സ് എന്നിവ നിശബ്ദമായി വേരുറപ്പിച്ചിട്ടുണ്ടാകാം. ഈ പ്രഭാതത്തിൽ ദൈവം നമ്മോട് ചോദിക്കുന്നു, നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ തുറക്കാൻ നാം തയ്യാറാണോ? രണ്ടാമതായി വചനം പറയുന്നു, മാനസാന്തരത്തിന്റെ കണ്ണീരിന് മുകളിൽ ദൈവത്തിന്റെ ക്ഷമയുടെ സൂര്യോദയം ഉദിക്കുന്നു എന്ന്. ദാവീദ് തന്റെ പാപം സമ്മതിച്ച ഉടൻ നാഥാൻ പറയുന്നു, യഹോവ നിന്റെ പാപം നീക്കിയിരിക്കുന്നു. എത്ര അത്ഭുതകരമായ സുവിശേഷം! ദൈവം ശിക്ഷിക്കാനല്ല ആദ്യം ഓടി വരുന്നത്, രക്ഷിക്കാൻ. തള്ളിക്കളയാനല്ല ആദ്യം കൈനീട്ടുന്നത്, ചേർത്ത് പിടിക്കാൻ. നമ്മുടെ വീഴ്ചയേക്കാൾ വലുതാണ് ദൈവത്തിന്റെ കരുണ. നമ്മുടെ പാപത്തേക്കാൾ ആഴമേറിയതാണ് ക്രിസ്തുവിന്റെ കൃപ. മാനസാന്തരം നമ്മെ ഉയരുന്ന ഒരു നെടുവീർപ്പാണെങ്കിൽ, ക്ഷമ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു അനുഗ്രഹ മഴയാണ്. ഈ പ്രഭാതത്തിൽ ഇന്നലെയുടെ പരാജയങ്ങൾ ഇന്നത്തെ ജീവിതത്തെ നിർണയിക്കേണ്ടതില്ല. ക്രിസ്തുവിന്റെ കുരിശ് പ്രഖ്യാപിക്കുന്ന ഇതാണ്, ഏറ്റുപറയുന്ന ഭാവിക്ക് പ്രത്യാശയുണ്ട്. മാനസാന്തരപ്പെടുന്ന ഹൃദയത്തിന് പുതിയ തുടക്കമുണ്ട്. ഓർക്കുക, പാപത്തിന്റെ ആഴത്തേക്കാൾ ആഴമേറിയതാണ് ദൈവത്തിന്റെ കരുണ. മാനസാന്തരത്തിന്റെ കണ്ണുനീരിനേക്കാൾ പ്രകാശമേറിയതാണ് ദൈവത്തിന്റെ ക്ഷമ. ദൈവത്തിലേക്ക് തിരിയുന്ന ഓരോ പ്രഭാതവും ഒരു പുതിയ സൃഷ്ടിയുടെ പ്രഭാതമാണ്. ഈ ദിവസം സത്യസന്ധമായ ഹൃദയത്തോടെ, വിശുദ്ധമായ ജീവിതത്തോടെ ദൈവസന്നിധിയിൽ നടക്കാൻ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. കരുണാനിധിയായ കർത്താവേ, ദാവീദിനെ പോലെ ഞങ്ങളുടെ ഹൃദയവും നിന്റെ മുമ്പിൽ തുറക്കുവാൻ കൃപ നൽകണമേ. പാപമേറ്റു പറയുന്ന, ക്ഷമ സ്വീകരിക്കുന്ന വിശ്വാസം, പൊതുജീവിതത്തിൽ നടക്കാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ. ഈ ദിനം നിന്റെ കൃപയുടെ വെളിച്ചത്തിൽ നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.